സന്ദീപ് വാര്യർ KPCCയുടെ നിർണായക പദവിയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഹൈക്കമാൻഡ് നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ചർച്ച നടത്തി ഇക്കാര്യത്തിൽ പദവി എന്തെന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, നമ്മൾ പ്രതീക്ഷിച്ചതാണ് സന്ദീപ് വാര്യന് വലിയ പരിഗണന കോൺഗ്രസിൽ കിട്ടുമെന്ന കാര്യം. കാരണം മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് പരിഗണന നൽകിയേ പറ്റൂ, അത്തരമൊരു പ്രതീതി ജനിപ്പിക്കണം. അപ്പോൾ KPCCയുടെ ഏത് പോസ്റ്റായിരിക്കും സന്ദീപിനെ കാത്തിരിക്കുക? സജിത്ത്, ഏത് പദവിയിലേക്കാണ് സന്ദീപ് വാര്യരെ നിയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും അന്തിമമായിട്ടില്ല. കാരണം KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡ് നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. അവിടെ പ്രധാനമായി രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ തീരുമാനം കൂടി നിർണായകമാകും. അതോടൊപ്പം KPCC നേതൃത്വത്തോട് ഏത് പദവിയിലേക്കാണ് സന്ദീപ് വാര്യരെ നിയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഹൈക്കമാൻഡ് വിഷയം ആരാഞ്ഞിട്ടുണ്ട്. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിവരങ്ങൾ ഹൈക്കമാൻഡ് നേതൃത്വം വിശദമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും പദവി ഏതാണ് എന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാകുക. ഒരു പക്ഷേ അത് ജനറൽ സെക്രട്ടറി പദവിയായിരിക്കാം, അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു നിർണായക പദവിയായിരിക്കാം. മാത്രമല്ല പാർലമെന്ററി രംഗത്തേക്കും സന്ദീപ് വാര്യരെ പരിഗണിക്കണം എന്ന തരത്തിലുള്ള അല്ലെ പരിഗണിച്ചേക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും സന്ദീപ് വാര്യർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയപ്പോൾ മുതൽ സജീവമായിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ KPCCയുടെ ഒരു നിർണായക പദവിയിലേക്ക് നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർണായകമായ ഒരു രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ് ഡാൻ, ഒരു കാര്യം കൂടി, ഈ സന്ദീപ് വാര്യറിന് KPCC നമുക്കറിയാം, KPCCയുടെ എക്സിക്യൂട്ടീവ് ആയാലും വലിയ ഭാരവാഹികളുടെ വലിയ നിരയുള്ളതാണ്. അത് സ്വാഭാവികമായും അതിലേക്കൊരു പരിഗണന നമുക്ക് പ്രതീക്ഷിക്കാം. KPCC ജനറൽ സെക്രട്ടറി പോലെയുള്ള പോസ്റ്റുകളിലേക്ക് സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? KPCCയിലെ ഒരു ഭാരവാഹിയാകുക അല്ലെങ്കിൽ നിർണായകമായ ഒരു പദവി നൽകുക എന്നതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യരെ ഒരു പാർലമെന്ററി രംഗത്തൊരു മുഖമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അസംതൃപ്തരായ BJP പ്രവർത്തകർ ഒരുപാടുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ, പൊതുവെയുള്ള വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ, കൂടുതൽ BJP നേതാക്കളെ കോൺഗ്രസിലേക്ക് ആകർഷിക്കുക എന്നൊരു രാഷ്ട്രീയ തന്ത്രം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് KPCCയിൽ നിർണായകമായ ഒരു പദവി നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ സജീവമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഡാന, ഈ മറ്റു പാർട്ടികളിൽ നിന്ന് എത്തുന്നവർക്ക് പരമാവധി വഴി തുറന്നിടുക, അത് കോൺഗ്രസിന്റെ തന്ത്രമാണ്. നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത്, മുമ്പ് ഈ ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്ന് ചില നേതാക്കളൊക്കെ കൂട്ടത്തോടെ CPMലേക്ക് സംസ്ഥാനത്ത് വന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായൊരു സാധ്യത കോൺഗ്രസ് മുന്നിൽ കാണുന്നു എന്നതാണോ? അങ്ങനെയെങ്കിൽ അത്തരം ആൾക്കാർക്ക് വഴി അടയരുത്, അതിനുവേണ്ടി ഒരു തുറന്ന സമീപനം വേണം എന്നത് തന്നെയാണോ ഇക്കാര്യത്തിൽ നേതൃതലത്തിൽ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം? സജിത്ത്, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ നീക്കം. കാരണം കോൺഗ്രസിന്റെ വോട്ട് ചോർച്ചയുണ്ടായ പല മേഖലകളുണ്ട്, BJPക്ക് വോട്ട് കൂടിയ മേഖലകളുണ്ട്. അവിടെയൊക്കെ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയായി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ BJPയുടെ തന്നെ നേതാക്കന്മാരെ കോൺഗ്രസിലേക്ക് അടർത്തിയെടുക്കേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യമാണ് കോൺഗ്രസിന് മുൻപിൽ. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ BJP ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന് ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് ഏത് പദവി നൽകണമെന്ന കാര്യത്തിലടക്കം ഹൈക്കമാൻഡ് നേതൃത്വം കൂടി കൃത്യമായി ഇടപെട്ടുകൊണ്ട് KPCC നേതൃത്വമായി ചർച്ച നടത്തി ആ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്താൻ പോകുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സന്ദീപ് വാര്യർക്ക് മികച്ച പരിഗണന കോൺഗ്രസ് ലഭിക്കാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ നേതൃതലത്തിൽ ധാരണയുണ്ടായിട്ടുണ്ട്. പക്ഷേ പദവി ഏത് എന്നതിലാണ് വ്യക്തതയുണ്ടാവേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പാർലമെന്റ് രംഗത്തും സന്ദീപിന് പരിഗണനയുണ്ടാവും. കോൺഗ്രസിലേക്ക് എത്തുന്ന എല്ലാവർക്കും സ്വാഗതം, ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് മികച്ച പദവികളാണ്, മികച്ച അവസരങ്ങൾ എന്ന ഒരു സന്ദേശം മുന്നോട്ട് വയ്ക്കാൻ കൂടി നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.